ലൈനിലുള്ള എല്ലാവരും വീഡിയോ ഓഫ് ഓ ആണല്ലോ. ഗുഡ് ഈവനിങ്. പുറത്താണ് മാം, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കാൻ കഴിയാത്ത. ഓക്കെ. ബഹിറ ഓൺ ചെയ്തു. ഫർഹാന, ഹാജറ. ഇനി ഒത്തിരി പേരുണ്ടല്ലോ ജോയിൻ ആവാൻ. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ക്ലാസ് ആണ് വരുന്നത്. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതല്ലേ? ഓ ഇല്ല, കിട്ടിണ്ട്. കിട്ടാനുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. കിട്ടാനുള്ളവർക്ക് അടുത്ത് തന്നെ കിട്ടും കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ അല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ അല്ലേ? ഓക്കെ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനില് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള പോയിന്റ് ആണ് ഇനി എടുക്കാനുള്ളത്. ബുക്ക് കിട്ടിയവർ ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന്റെ ബുക്കിൽ ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ? പേജ് നമ്പർ 84, 85 ഇത് രണ്ടും എടുത്തോളൂ കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നവര്. കിട്ടിയാന്ന് അറിയിക്കൂ കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് പേജ് നമ്പർ ഒന്നും കൂടെ പറയാം മാം. 84 and 85. ഓക്കെ ആയോ? എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള പോയിന്റ്. വിട്ടിട്ടുണ്ട് മിസ്സേ. ഓക്കെ ഓക്കെ. എയിംസ് ആൻഡ് വാല്യൂസ് എന്താ ഈ എയിംസ് ആൻഡ് വാല്യൂസ്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ഈ എഡ്യൂക്കേഷൻ, ഈ വിദ്യാഭ്യാസം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? അതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്കൂളിൽ, വീട്ടിലൊക്കെ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ, അല്ലേ? ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ തന്നെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ രോഗങ്ങളും രോഗകാരണങ്ങളെക്കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടു ഫോളോ the following are the main aims and objectivities of health education in schools. To provide information about health and hygiene. നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇൻഫർമേഷൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടേനല്ലോ. അതെ അതെ. കഴിഞ്ഞതാണ്. എയിംസ് ആൻഡ് വാല്യൂസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻസൈഡ് സ്കൂൾ അതല്ലേ എടുക്കാനുള്ളത്? അത് 85 തുടക്കത്തിലാണ് എടുക്കാനുള്ളത്. ഇൻസൈഡ് സ്കൂൾ ടു ഡെവലപ്പ് ആൻഡ് സെൻസ് ഓഫ് സിവിൽ റെസ്പോൺസിബിലിറ്റി ടു എം പബ്ലിക്സ് പറഞ്ഞ ആ പോയിന്റ്സുകളാണ് എടുത്തത്. ആ പോയിന്റ്സും അതിന്റെ അപ്പുറത്തുള്ളത്. ഓക്കെ. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാന് മയോപ്പിയനെ കുറിച്ച്. ഓക്കെ, യെസ്. സ്കൂൾ പ്രോഗ്രാംസ്, യെസ്. മയോപ്പിയനെ കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇൻസൈഡ് ഇൻ സ്കൂൾ. പക്ഷെ ഇതിനെ കുറിച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടോ? നോട്ട്സ് എഴുതിയിരുന്നോ? ലെക്ചർ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ.
ഇംപ്രൂവ്സ് നോളജ് ആൻഡ് സ്കിൽസ്, ബിൽഡ്സ് കോൺഫിഡൻസ് ആൻഡ് പേഴ്സണാലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ. ഇനി ഇൻസൈഡ് സ്കൂൾ, എ സ്കൂൾ ഹാസ് അറേഞ്ച് ആക്ടിവിറ്റീസ് ഇൻ ഫോളോയിങ് ഏരിയാസ് ആൻഡ് ഇൻ ദ മാനർ ഗിവൺ ബിലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ദ സ്കൂൾ ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ എ പ്ലേസ് വിത്ത് ഹെൽത്തി സറൗണ്ടിങ്സ്. ഒരു സ്കൂള് നിൽക്കേണ്ടത് എവിടെയാണ്? ഹെൽത്തി സറൗണ്ടിങ്സിലാണ്. ഐ മീൻ ഇപ്പോൾ നോയ്സ് പൊല്യൂഷൻ, അതുപോലെ തന്നെ ഈ പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുക വരുന്ന ഏരിയ ഉണ്ടാവും. പിന്നെ ഈ വേസ്റ്റിന്റെ ഏരിയ ഉണ്ടായിരിക്കും. ഇപ്പം സ്ലം, ചേരി പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്കൂള് ഇത്തരം ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നോയ്സ് പൊല്യൂഷൻ ഉള്ള ഏരിയയിലാണെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് അത് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ വരുന്ന, ഇപ്പം സ്കൂളിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് വേസ്റ്റ് കൊണ്ടിടുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊന്നുള്ളത് എയർ പൊല്യൂഷൻ ആണ്. മറ്റു ഫാക്ടറികളിൽ എന്തെങ്കിലും പുകയോ മറ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ ഓക്സിജൻ അവൈലബിലിറ്റിയെ കുറയ്ക്കും. അപ്പം അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സ്കൂൾ എപ്പോഴും എടുക്കേണ്ടത്, നമുക്ക് തന്നെ അറിയാം, പല സ്കൂൾസും കുന്നിന്റെ മുകളില് ഒത്തിരി ഉള്ളിലോട്ടൊക്കെ പോയിട്ടാണ് അല്ലെ. അതിന്റെ മെയിൻ റീസൺ എന്താ? ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ സ്കൂളിന് പുറത്ത് എങ്ങനെ ശ്രദ്ധിക്കണം, എന്താ അങ്ങനെ കാര്യങ്ങളാ പറയുന്നത്? ഇൻസൈഡ് സ്കൂൾ, സ്കൂളിനുള്ളിൽ, ഉള്ളിലുള്ള സ്കൂളിന്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മള് മിക്ക സ്കൂളുകളും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അധിക സ്കൂളും. ഇനിയിപ്പം റോഡ് സൈഡിലുള്ള സ്കൂളാണെങ്കിൽ തന്നെ നമുക്ക് അത്രയും ഒരു നോയ്സ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. പല ഗവൺമെന്റ് സ്കൂളുകളും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഗവൺമെന്റ് സ്കൂളുകളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു കുന്നിൻ ചെരുവിലോ അല്ലെങ്കിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശത്തോ ഒത്തിരി ഗ്രൗണ്ടും മരങ്ങളും ഒക്കെ ഉള്ള പ്രദേശത്തായിരിക്കും. അപ്പൊ അവിടെ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള എയർ കിട്ടുന്നുണ്ട്, വാട്ടർ കിട്ടുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫിസിക്കലി ഓടി കളിക്കാനായിട്ടുള്ള വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അത് ഫിസിക്കൽ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ് വരുന്നത് regular health checkups and maintenance of health records of students. The help of local authorities may also be utilized to form health programs in a school. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിലും ഐ ടെസ്റ്റിംഗ് വരുന്നു, കണ്ണ് പരിശോധന. എല്ലാ സ്കൂളുകളിലും കണ്ണ് പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ഡിസീസസ്, ഇപ്പം ജോണ്ടിസ് ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വന്നിട്ട് കുട്ടികളുടെ വെള്ളത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ അസുഖമുള്ള കുട്ടികളെ സ്കൂളിലോട്ട് വരുത്തരുന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ IQ ടെസ്റ്റ് നടത്തുന്നത് ഹെൽത്ത് എന്നാണോ വരിക? അല്ല, IQ കുട്ടിയുടെ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. അത് BRC, ഇപ്പൊ ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെയുള്ള സ്കൂൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, BRC പോലുള്ള. അതിൽ നിന്നാണ് IQ ടെസ്റ്റിന് ആളുകൾ വരിക. അത് ഹെൽത്ത് റിലേറ്റഡ് അല്ല, കുട്ടിയുടെ മെന്റൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ഹെൽത്ത് മാത്രമല്ല, കുട്ടിയുടെ മുമ്പോട്ടുള്ള പഠനത്തെ കുറിച്ച്, ഐ മീൻ കൃത്യമായിട്ട് പറഞ്ഞാൽ IQ ടെസ്റ്റ് നടത്തുന്നത് ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളിലാണ്. ഇപ്പൊ ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും എല്ലാവരെയും ഒന്നും ടെസ്റ്റ് നടത്തുന്നില്ല, അവരുടെ ക്ലാസ് ടീച്ചർ പറയുന്നതിനനുസരിച്ച്. ഇൻ കേസ് ചില ക്ലാസ്സുകളിൽ നമ്മൾ ടീച്ചേഴ്സ് എത്ര ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കാത്ത കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ മേ ബി ചില സ്കൂൾസിൽ രക്ഷിതാക്കളോട് അവരെയും കൊണ്ട് BRC പോലുള്ള അതോറിറ്റിയിലേക്ക് പോകാൻ പറയും. അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് അവര് ചെക്ക് ചെയ്യും. സ്കൂളിൽ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുട്ടികളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാവരെയും അവർ ചെക്ക് ചെയ്യും. ചില സ്കൂളുകളിലൊക്കെ 100-ൽ താഴെ കുട്ടികൾ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊത്തം എല്ലാവർക്കും ടെസ്റ്റ് കൊടുക്കും. അതല്ല 100-ൽ മുകളിലോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് പോസിബിൾ അല്ല. അപ്പൊ അതിൽ ആ ക്ലാസ്സുകളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ
കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്സിന്റെ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. ഈ വിരഗുളിക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞ് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളാണ്. വിരഗുളിക, അതുപോലെ തന്നെ വാക്സിനേഷൻ. പോളിയോ ഇപ്പം കഴിഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ വീടുകളിൽ നിന്നാണ് കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ മാസം കഴിഞ്ഞു തോന്നൂല്ലേ പോളിയോന്റെ സ്കൂളിൽ നിന്ന് കൊടുക്കാൻ കഴിയാത്തവർക്ക് വീടുകളിൽ നിന്ന് കൊടുക്കണ്ടല്ലോ. അതെ അതെ നമ്മളെ വീടുകളിൽ ആണ് വീടുകളിൽ കൊടുക്കുന്നത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. ഐ മീൻ ഞായറാഴ്ചകളിലായിരുന്നല്ലോ പോളിയോ വാക്സിൻ. ആ അതെ. മറ്റേ ഓഡിയോ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടതല്ലല്ലോ. ഏത് ഓഡിയോ? നേരത്തെ ഓഡിയോ വന്നിരുന്നു, അത് മ്യൂട്ട് ചെയ്യാൻ പറയും. ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒന്ന് പോളിയോ വന്നു. പിന്നെ ഈ ഇത് എന്താണ്, സംസാരത്തിന്റെ ഇടയിൽ മുറിഞ്ഞു പോയി കാണുമ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസം. പോളിയോ വിരഗുളിക എന്ന് പറഞ്ഞല്ലോ. യെസ്, വിരഗുളികയുടെ ഇമ്പോർട്ടന്റ് എന്താണെന്നല്ല പല രക്ഷിതാക്കളും അതിനെക്കുറിച്ച് ബോധേഡല്ല. പലപ്പോഴും നമുക്ക് സ്കൂളിൽ നിന്ന് വിരഗുളിക കിട്ടുന്നത് ഒരൊറ്റ ഡേ, ഒരു 9-ാം തീയതി ആണെങ്കിൽ ആ 9-ാം തീയതി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാ സ്കൂളുകളിലും ഒരേ ഡേറ്റ് ആയിരിക്കും. ആണ്. മിക്ക കുട്ടികൾക്കും അത് കൊടുക്കുകയും ചെയ്യും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സ്കൂളിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യില്ലേ മക്കള്, കൊടുത്ത ദിവസത്തിന് പിറ്റേ ദിവസമാണ് വരെ പുറത്തേക്ക് പോവുക. ആ സമയം ഇപ്പം എല്ലാ സ്കൂളുകളിലും ഒരുമിച്ച് കൊടുക്കുക, എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കൊടുക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ പറയാനുള്ള മെയിൻ റീസൺ, പിറ്റേ ദിവസം ഈ കുട്ടികൾ സ്കൂളിലോട്ട് വന്നിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അതില് എല്ലാ കുട്ടികളുടെ ശരീരത്തിലും ഈ വിര നശിച്ചിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും കുഞ്ഞ് മരുന്ന് കഴിക്കാതെ ആ കുഞ്ഞിന്റെ വിസർജ്യം ടോയ്ലറ്റിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വിര എന്ന് പറയുന്ന സാധനം അത്ര പെട്ടെന്ന് നശിക്കുന്നതല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അത് ഒന്ന് കഴിച്ചിട്ട് പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു ഡോസ് പിന്നെ ഒന്നുകൂടി അതെ, കഴിക്കണ്ടല്ലോ. പിന്നെ കഴിക്കേണ്ട 2 ഡോസ്. ഇതേ രീതി തന്നെയാണ് ഒരുമിച്ചാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന ദിവസം എല്ലാ സ്കൂളുകളിലും പ്രൊവൈഡ് ചെയ്യുന്നു, ഇന്ന ദിവസം കഴിക്കുക. അപ്പൊ ഒരേ ദിവസം തന്നെ കഴിക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികളിലും ഒരേ രീതിയിൽ വിര നശിക്കും. പിന്നീട് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഒരുമിച്ചല്ല കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കഴിക്കാതെ ഇരിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിലെ ഉള്ള വിര കഴിച്ച കുട്ടികൾ ഇപ്പൊ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രെഡ് ആവാനുള്ള സാധ്യത വീണ്ടും വരും. ശരീരത്തിൽ ഉണ്ടായിരിക്കും, ആ ശരീരത്തിൽ കയറി കഴിഞ്ഞാലും ഇവരെ നശിക്കും ടാബ്ലറ്റ് കഴിച്ച കുട്ടികളുടെ. പക്ഷെ കഴിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ആണും അവിടെ കിടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ കുഞ്ഞുമകളൊക്കെ നല്ല പ്രയാസമുള്ള ഒരു കാര്യമാണ് അല്ലെ, ചൊറിച്ചിൽ രാത്രിയായി കഴിഞ്ഞാൽ ഉമ്മ ചൊറിഞ്ഞു താന്ന് പറഞ്ഞ് അപ്പൊ അത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ് ഈ സ്കൂളുകളിലേക്ക് വരുന്ന ഹെൽത്ത് ചെക്കപ്സ്. മിക്ക ദിവസങ്ങളിലും അത് ഈ പരക്കെ പനി ഉണ്ടാവുന്ന സമയത്താണ് വരിക. അപ്പൊ ആ പനി ഉണ്ടാവുന്ന സമയത്ത് ചില സ്കൂളുകളിൽ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രതിരോധം കൊടുക്കുന്ന സമയത്ത് ഈ ഒരേ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാണ്ടിരുന്നാൽ അത് നമ്മളെ കുഞ്ഞുങ്ങളെ ബാധിക്കും. ഇപ്പം വെള്ളത്തിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടിക്ക് ജോണ്ടിസ് ഉണ്ട്. ജോണ്ടിസ് വന്നത് എവിടുന്നാണ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഈ ജോണ്ടിസ് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പകരുന്ന ഒരു രോഗമാണ് എല്ലാ കുട്ടികൾക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരുപാടുണ്ടല്ലേ സ്കൂളുകളിലൊക്കെ ജോണ്ടിസ് ഒരുപാട് വരുന്നുണ്ട് കുട്ടികൾ. അപ്പൊ നമ്മള് കുളിക്കുന്നതിന്റെ മുന്നേ 15 ദിവസം കഴിഞ്ഞിട്ട്
വരുന്നത്. അപ്പൊ എന്റെ മോന്റെ അത് ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിക്ക് ഇപ്പൊ 2 ആഴ്ചയായിട്ട് ലീവായിട്ട്. അപ്പൊ ഇനി വരുമ്പോ ഇനി മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് ഇത് ശരിക്കും പകരുന്ന 100% മാറിയിട്ടില്ല. ഉം. പക്ഷെ 75% മാറി. ഇനി ഡോക്ടർ സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അടുത്തുള്ള ഒരു കുട്ടിയൊക്കെ അങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ട്. അതെ, അപ്പൊ അത് ഇത് മറ്റുള്ള പകരുന്നത് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ്ങില് ഈ കുഞ്ഞിന് പനി ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങിലെ ശരീരത്തിൽ അണുക്കൾ ഉണ്ടായിരിക്കും. ഈ അണു മറ്റു കുട്ടികളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവും. ഐ മീൻ കുഞ്ഞിന് പനിച്ചതിന് ശേഷമാണ് നമ്മൾ കുഞ്ഞിന്റെ രോഗം ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഈ കുഞ്ഞിന് പനി വരുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ ഈ മഞ്ഞപ്പിത്തത്തിന്റെ അണുക്കൾ ഉണ്ടായി കഴിഞ്ഞിരിക്കും. ഈ അണുക്കള് ഇപ്പൊ കുഞ്ഞ് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികളിലോട്ടും സ്പ്രെഡ് ആവും. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള, അതുപോലെ തന്നെ ജോണ്ടിസിന് ഹെപ്പറ്റൈറ്റിസ് ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികളിൽ ജോണ്ടിസ് വരുന്നില്ല. അതിന്റെ കാരണം ഈ രോഗമാണ് ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നശിച്ചു പോകും. അത് ശരീരം സ്വയം എടുക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. പക്ഷെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിൽ ഈ അണു പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ വാക്സിൻ എവിടുന്നാണ് വെച്ചാല് തുടങ്ങുന്നത്? കുറവായിരിക്കും വരാനുള്ള സാധ്യത. വാക്സിൻ അടിച്ചാൽ കുറവാണ്. വാക്സിൻ അടിച്ചാൽ കുറവാണ്, അല്ല ഉണ്ടാവാറില്ല, പൊതുവെ ഉണ്ടാവാറില്ല, കാണാറില്ല. ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി ഈ പ്രതിരോധ പ്രതിരോധം കുത്തിവെപ്പ്. കുറഞ്ഞാലാണോ ഇമ്മ്യൂണൈസേഷൻ കുറഞ്ഞാലാണോ പെട്ടെന്ന് പകരാ? അതെ, ഇമ്മ്യൂണൈസേഷൻ കുത്തിവെപ്പ് കുറഞ്ഞ നടത്തിയാല് ശരീരത്തിലാണ് കുത്തിവെച്ച കുത്തിവെപ്പ് നടത്തി കഴിഞ്ഞാൽ പ്രതിരോധം ഉണ്ടായിരിക്കും. പക്ഷെ കുത്തിവെപ്പ് നടത്താത്ത കുട്ടികളിലും ചില കുട്ടികളിൽ നന്നായിട്ട് പ്രതിരോധ പ്രവർത്തനം നടക്കും. ശരീരം തന്നെ പ്രതിരോധ ശേഷി, അതായത് അത് നമ്മുടെ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത്. ഫുഡിൽ നമ്മൾ കൃത്യമായിട്ട് പൾസസും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരീരം തന്നെ ഒരുവിധ രോഗങ്ങളൊക്കെ പ്രതിരോധിക്കും. ഇപ്പൊ നോർമലി എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിൽ ജലദോഷവും പനിയും വന്നു. പക്ഷെ മേ ബി ചില ഒരു 5, 6, 7 കുട്ടികൾക്ക് വരില്ല. അവര് സേഫ് ആയിരിക്കും. കാരണം ഇവരുടെ ഇടയിലാണ് അവർ നിൽക്കുന്നത്. എന്നാലും അവർക്ക് ആ ജലദോഷമോ പനിയോ ഉണ്ടാവില്ല. കാരണം എന്താണ്? അവരുടെ ശരീരം അതിനെ പ്രതിപ്രവർത്തനം നടത്തുന്നുണ്ട്. അത് പിന്നെ തടയുന്നുണ്ട്. അപ്പൊ ഈ ജോണ്ടിസ് സ്പ്രെഡ് ആവുന്നത് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലാണ്. പക്ഷെ ജോണ്ടിസിന്റെ അണുക്കൾ ശരീരത്തിൽ കിടന്നിട്ട് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിലാണ് നമുക്ക് അതിന്റെ രോഗത്തിന്റെ വ്യാപനം അറിയുന്നത്, പനി വരുന്നത്. ഈ പനി വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പനി വരുമ്പോൾ നമ്മൾ തൊട്ട് നോക്കും. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ കണ്ണ് താഴ്ത്തി നോക്കും. മഞ്ഞ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു നഖത്തിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലുള്ള സോഫ്റ്റായി, അവിടെയൊക്കെയാണ് ഈ മഞ്ഞ കളർ പെട്ടെന്ന് കാണുക. ഡോക്ടേഴ്സ് നിങ്ങൾ തന്നെ കുഞ്ഞുങ്ങളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അവർ ആദ്യം നോക്കുന്നത് കൈയുടെ തുമ്പ്, അതുപോലെ കണ്ണിന്റെ താഴ്ഭാഗം, ഇതൊക്കെയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഗർഭാവസ്ഥയിൽ ജോണ്ടിസ് വരുന്നതാണ് പ്രസവശേഷം മഞ്ഞ എന്ന് പറയുന്നത്. പ്രസവശേഷം എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു സംഭവമാണ് മഞ്ഞ കളർ. അതും ഈ ജോണ്ടിസിന്റെ ഒരു വിഭാഗമാണ്. ശരിക്കും ഗർഭാവസ്ഥയിൽ അമ്മ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി ഇഞ്ചക്ഷൻ വെച്ചാൽ നമുക്കൊരു പരിധി വരെ ഇത് കുറയ്ക്കാവുന്നതാണ്. പക്ഷെ മിക്കവരും എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ബോധേഡ് അല്ല. അതുകൊണ്ടാണ് ആ ഒരു ഇഞ്ചക്ഷൻ അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്ന് പറയും. കാരണം ഡോക്ടേഴ്സ് നിർബന്ധിക്കില്ല. അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഇഞ്ചക്ഷന്റെ പേരൊന്നും കൂടെ പറയോ? ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബി. ഹെപ്പറ്റൈറ്റിസ് എയും ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിയും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ, അപ്പം ഗർഭാവസ്ഥയിൽ നമ്മൾ അത് എടുത്തു, കുഞ്ഞില് ഈ ഒരു രോഗപ്രതിരോധ ശേഷി അവിടെ കിടക്കുന്നുണ്ട്, നമ്മളിലൂടെ കുഞ്ഞിനും കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ജനന സമയത്തുള്ള ആ ഒരു മഞ്ഞ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും ആ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി ഓൾറെഡി ഗർഭാവസ്ഥയിൽ തന്നെ കിട്ടിയതാണ്. പിന്നീട് വരുന്ന ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ടിലും വരുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ബിയുടെ ഇഞ്ചക്ഷൻ. അപ്പൊ അതും നമ്മൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിൽ, ഐ മീൻ 6 വയസ്സിനുള്ളിൽ മഞ്ഞപ്പിത്തം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വലിയ കുട്ടികളായിട്ട് മഞ്ഞപ്പിത്തം വരുന്നത് എന്ന് വെച്ചാൽ ഇവർ പുറത്തുനിന്നുള്ള ജ്യൂസ് കഴിക്കുന്നില്ലേ, ബോട്ടിൽ ജ്യൂസ്, അതിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ ജോണ്ടിസ് വരുന്നത്. നമ്മുടെ മക്കളൊക്കെ, കുഞ്ഞു മക്കളൊക്കെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്.
എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടത് ആ പാക്കറ്റ് ജ്യൂസാണ്. പാക്കറ്റ് ജ്യൂസുകളിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം പകരുന്നത്. വെള്ളം, അതുപോലെ പുറത്തു പോയി കഴിക്കുന്ന ജ്യൂസ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഈവൻ സീൽഡ് ബോട്ടിൽ വാട്ടറിലടക്കം ഈ അണുക്കൾ വരാൻ സാധ്യതയുണ്ട്. കാരണം സീൽഡ് ബോട്ടിൽ വാട്ടറിന് പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവരെവിടുന്നാണ് വെള്ളം എടുക്കുന്നത് നമുക്കറിയില്ല. ആ വെള്ളം ശരിയായ രീതിയിൽ ശുദ്ധീകരിക്കാതെ ബോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത കൂടും. അപ്പൊ നമ്മളതിനെ പത്രത്തിൽ കാണാൻ പറ്റും, ഇന്ന ബ്രാൻഡ് ഇന്ന ബോട്ടിൽ വാട്ടർ നിരോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ മറ്റേ കുപ്പി വരുന്നുണ്ട്. ഉടയുന്ന കുപ്പിയാണ് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ ഈ ഉടയുന്ന കുപ്പിയിലുള്ള വെള്ളവും എന്താണ് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കുപ്പിയിലേക്ക് അവര് നിറയ്ക്കുകയാണ്. അപ്പൊ ഇതിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ നമുക്ക് നമ്മളെ ഇടയിൽ, അതിപ്പോ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീസിന്റെ ഇടയിലും സ്പ്രെഡ് ആവുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം, ജോണ്ടിസ്. അപ്പൊ അവിടെ നമുക്ക് കുട്ടികളുടെ ഹെൽത്ത് റെക്കോർഡ്, അമ്മ ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം നോർമലി ഇന്ത്യയിലൊക്കെ വരുന്നത് 2 ഇഞ്ചക്ഷനാണ്. TT എന്ന 2 ഇഞ്ചക്ഷൻ, ഒന്ന് 3-4 മാസം ആകുമ്പോഴും ഒന്ന് 6-7 മാസം ആകുമ്പോഴും വരുന്ന TT ഇഞ്ചക്ഷൻ മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ അത് പോരാ, നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കാനുള്ള ഇഞ്ചക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പ്രതിരോധ ശേഷി കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഹെൽത്ത് റെക്കോർഡ് മേക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ള സമയത്ത് എടുത്ത ഇഞ്ചക്ഷനുകൾ പ്രിവെൻഷനും നമുക്ക് എഴുതി വെക്കാം. അതിനുശേഷം കുഞ്ഞിനെടുത്ത ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് റെക്കോർഡ് മേക്ക് ചെയ്യാൻ തന്നില്ലായിരുന്നോ? അതെ, ഹെൽത്ത് റെക്കോർഡിൽ മേക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് അല്ലേ മേക്ക് ചെയ്തത്? ആ ഇമ്മ്യൂണൈസേഷൻ ചാർട്ടിൽ വന്നിട്ടുള്ള ഓരോ ഇഞ്ചക്ഷനും, അതുകൊണ്ടാണ് ഞാൻ ഹെൽത്ത് റെക്കോർഡ് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങളോട് പറയാൻ കാരണം. അപ്പോൾ ആ ഹെൽത്ത് റെക്കോർഡ് നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ഇഞ്ചക്ഷൻ വരുന്നത്, ഏതൊക്കെ രോഗത്തിനാണ് പ്രിവെൻഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ 15 രോഗങ്ങൾ, മിനിമം 15 രോഗങ്ങൾ നിങ്ങൾ എഴുതി. അതിലും നിങ്ങൾ എഴുതിയിട്ടുണ്ട് പ്രിവെൻഷൻ എങ്ങനെയാണ്, അതിന്റെ കാരണം എങ്ങനെയാണ്, എന്താണ് അത് ബാധിച്ചാലുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് അത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ കുട്ടിയുടെ ഹെൽത്ത് റെക്കോർഡ് നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബുക്ക്, അതായത് നിങ്ങൾ മേക്ക് ചെയ്ത ഈ റെക്കോർഡ് നിങ്ങൾക്ക് ഉപയോഗം വരും. അപ്പൊ അതിലുള്ള കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് ചാർട്ടിൽ ഏതൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ചില പേരൻസ് എടുക്കാതെ ഒഴിവാക്കും. അപ്പൊ എടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ, എടുക്കാതെ ഇപ്പൊ രോഗം വരുന്നില്ല, എടുത്തവർക്കും ഇപ്പൊ രോഗം വരുന്നില്ലേ, എടുക്കാതെ നിന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിജക്റ്റ് ചെയ്യും. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യണം. എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് തീർത്തും എടുത്ത രീതി തന്നെ എഴുതിക്കണം. എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഹെൽത്തിലേക്ക് നോട്ട് ചെയ്യാം. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വരും. അവരോട് പറയണം, ഈ കുട്ടി ഇന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ ആ സമയത്ത് ആ കുഞ്ഞിനുള്ള പ്രിവെൻഷൻ എന്താണ് എന്നുള്ളത് അവര് പറഞ്ഞു തരും. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും കുഞ്ഞിന്റെ ജനനത്തിന് മുമ്പ് ജനനത്തിന് ശേഷവും എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഹെപ്പറ്റൈറ്റിസിന്റെ സാധ്യത നമുക്ക് ഒഴിവാക്കാം. മറ്റേതെങ്കിലും രീതിയിൽ പനിയാണ്. പനിയാണെങ്കിൽ പോലും സിക്ക് റൂം ഉണ്ടായിരിക്കും. എല്ലാ സ്കൂളുകളിലും സിക്ക് റൂം ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ സിക്ക് റൂമിലേക്ക് മാറ്റുക, പേരൻസിനെ ഇൻഫോം ചെയ്യുക, കുഞ്ഞുങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറയാം. കാരണം മറ്റു കുട്ടികളിലോട്ട് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന ഇതാണ് പനി. ഒരു രോഗമല്ല. പനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു രോഗമല്ല, മറ്റൊരു രോഗത്തിന്റെ ബേസിക് കാരണമാണ്. ഒരു രോഗം അവന്റെ ശരീരത്തിലേക്ക് വരുന്നതിന്റെ ഒരു സൈനാണ്, ഒരു സൂചന മാത്രമാണ് പനി. അല്ലാതെ കുഞ്ഞിന് പനിയാണ് വരുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കുഞ്ഞിന് പനി നമുക്ക് എന്താണ്, ഒരു സൂചനയാണ്, മറ്റെന്തോ ഒരു രോഗം അവന്റെ ശരീരത്തിലുണ്ട്, അതിന്റെ സൂചന മാത്രമാണ് പനി. ആ പനിയെ നമ്മൾ എന്ത് ചെയ്യാണ്, മരുന്ന് കൊടുത്തിട്ട് അടിച്ചമർത്തും. പക്ഷെ ആ രോഗം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നില്ല. മേ ബി ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത, കുഞ്ഞ് തലേ ദിവസം നമ്മൾ തലയിൽ വെള്ളം ഒഴിച്ചാല് പനി വരും, ജലദോഷം പിടിക്കുമെന്ന് പറയും. പക്ഷെ ഈ തലയിൽ വെള്ളം ഒഴിച്ചിട്ടല്ല ജലദോഷം വരുന്നതും പനി വരുന്നതും. നമ്മുടെ മൂക്കിലൂടെയും വായയിലൂടെയും
എന്താണ്? നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും കണ്ണിലൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ തണുത്ത കാറ്റ് വെള്ളമൊക്കെ അടിക്കും. നമ്മൾ മഴ കൊണ്ടാ പനി വന്നു എന്ന് പറയും. പക്ഷെ മൂക്കിലൂടെ തിരിച്ച് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിലൂടെ എന്ത് കയറാണ്? വെള്ളം കയറാണ്. തിരിച്ച് അത് നമ്മളെ ഉള്ളിലോട്ട് എത്തുന്നത്, അതാണ് നമുക്ക് ഒരു ഇറിറ്റേഷൻ. കാരണം നമ്മൾ ഓക്സിജൻ ആണ് ഉള്ളിലേക്ക് വലിക്കുന്നത്. പക്ഷെ ഓക്സിജന്റെ കൂടെ എന്താണ് കയറിയിട്ടുള്ളത്? വെള്ളം കയറിയിട്ടുണ്ട്. അത് നമ്മളെ ശരീരം റിജക്റ്റ് ചെയ്യാണ്, പുറത്തേക്ക് ഒഴിവാക്കുകയാണ്. നമുക്ക് മൂക്കിലൂടെയും കണ്ണിലൂടെയും ഒക്കെ ജലദോഷം പിടിച്ചാൽ ആകെ ഒലിയായിരിക്കും. കഫം ഉണ്ടെങ്കിൽ നെറ്റിത്തടത്തിൽ വേദന ഉണ്ടായിരിക്കും. മൂക്ക് ചീറ്റുമ്പം കട്ടയായിട്ട് വെള്ള കളറായിരിക്കും ആദ്യം പോരുക. ഇൻകേസ് അതിന് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ മഞ്ഞ കളറിലായിരിക്കും കഫം വരിക. അതിനെന്താണ് ട്രീറ്റ്മെന്റ് എടുക്കണം? അത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടാണ്. ലങ്സിലോ ബ്രെയിനിലൊക്കെ വരുന്ന നീർക്കെട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ കഫം മഞ്ഞ കളറായിട്ട് വരും. അപ്പൊ അതിന്റെ കാരണം പനിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ എന്തായാലും ആന്റിബയോട്ടിക് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ ഇതേ രീതിയിൽ നമ്മളൊരു സ്റ്റുഡൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് ഏതൊക്കെ രോഗം, ഇപ്പൊ ഈ ഒരു മാസം ഒരു പനിയും ജലദോഷവും മൂക്കൊഴുപ്പും ഒക്കെ വന്നു, അത് മാറി, ഇത്ര ദിവസം അവധിയായിരുന്നു. അടുത്ത മാസം കുഞ്ഞിന് നമ്മൾ ഈ റെക്കോർഡിൽ ഇതേ രീതിയിൽ ഇതേ ഒരു ടൈം പീരീഡിലാണ് ആ കുഞ്ഞിന് പനി വന്നത്. നെക്സ്റ്റ് മന്തും സെയിം ടൈം പീരീഡിൽ പനി വന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് നോട്ട് ചെയ്യാം. കാരണം TBയുടെ ലക്ഷണമാവാം. കണ്ടിന്യൂസ്ലി സെയിം ടൈമിൽ ഓരോ മാസവും സെയിം ടൈമിൽ പനി വരുന്നത് ക്ഷയരോഗത്തിന്റെ ലക്ഷണമാകാം. ചുമ ഏത് മരുന്ന് കൊടുത്താലും നിലക്കാത്ത ചുമ, അതും TBയുടെ ലക്ഷണമാകാം. അപ്പൊ നമുക്കൊരു ഹെൽത്ത് റെക്കോർഡ് കുഞ്ഞിന് വേണ്ടി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഓരോ മാസവും ഉണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ കാരണവും പിന്നെ ആ ഒരു ടൈം പീരീഡ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ ആ കുഞ്ഞിന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ ആ കുഞ്ഞിന്റെ രക്ഷിതാവിനേക്കാളും കോൺഷ്യസ് ആയിരിക്കും ആര്? ടീച്ചർ. അവിടെയാണ് നമുക്ക് ഈ ഹെൽത്ത് റെക്കോർഡിന്റെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹെൽപ്പ് ഓഫ് ലോക്കൽ അതോറിറ്റീസ് മേ ആൾസോ ബി യൂട്ടിലൈസ്ഡ് ടു ഫോം ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ എ സ്കൂൾ. ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെന്റ് അതോറിറ്റീസ് ഉണ്ട്. പക്ഷെ ഗവൺമെന്റ് അതോറിറ്റീസിന് എല്ലാ സ്കൂൾസിലും എത്തിപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ അതോറിറ്റീസ് ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിൽ നിന്നും ചെക്കപ്പിന് വരും. അപ്പൊ ഈ ചെക്കപ്പിന് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ സ്കൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പിന് വരുന്ന സമയത്ത് അവര് ചില കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ഈ പേരൻസ് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആശുപത്രിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ വെച്ചതാണ് ഹെൽത്ത് ചെക്കപ്പ്. ഞാൻ കേട്ടിട്ടുണ്ട് പല പേരൻസും പറയുന്നത്. കാരണം നമ്മള് ഹെൽത്ത് ചെക്കപ്പ് അവര് നമ്മളോട് സമീപിക്കുന്നത് മേ ബി അവരുടെ ഒരു പരസ്യമായിരിക്കാം. കാരണം ഇന്നൊരു ഹോസ്പിറ്റൽ അവിടെയുണ്ട്, അപ്പൊ അത് പേരൻസിന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ളൊരു പരസ്യമായിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് പക്കായിട്ട് ചെയ്യും, അല്ലാതെ പൈസ ഉണ്ടാക്കാനായിട്ടല്ല. കാരണം അവർക്ക് അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവരും അറിയുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും. ബട്ട് ടെസ്റ്റോ കാര്യങ്ങളോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പോരാ. ഇപ്പം നമ്മൾ നഖം വെട്ടാൻ പറയും, എല്ലാ ആഴ്ചയിലും നഖം കട്ട് ചെയ്യാൻ പറയും. നഖം കട്ട് ചെയ്യാണ്ടിരുന്ന നഖത്തിനുള്ളിൽ അഴുക്കുണ്ടായിരിക്കും. അപ്പൊ ആ നഖം നമ്മൾ എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യും. ഇവിടുന്ന് നമ്മൾ നഖം കട്ട് ചെയ്യുന്ന സമയത്ത്, നഖം ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികളുടെ നഖം പൊടിഞ്ഞു പോകും. കാരണം അവർ കട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരിക്കില്ല. അവരുടെ നഖം വളരുന്നതിനനുസരിച്ച് തന്നെ പൊട്ടി പോയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചാൽ തന്നെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു നഖത്തിന്റെ ആരോഗ്യം നോക്കിയാൽ ആ കുഞ്ഞിന്റെ രോഗത്തിന്റെ കാരണം അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ ബേസിക് കാരണമായിരിക്കും നഖത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ്. ഇപ്പൊ നഖത്തിനുണ്ടാവുന്ന പൂപ്പല് പണ്ട് കാലത്തൊക്കെ നിങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായതൊന്നും അറിയില്ല, 2 3 വര വരുമ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടാനാണ് എന്നുള്ളൊരു ഇത്. ശരിക്കും അതൊരു ഇൻഫെക്ഷൻ ആണ്. ശരീരത്തിൽ ഉണ്ടായ ഒരു ഇൻഫെക്ഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നഖത്തിൽ വരുന്ന വൈറ്റ് ഡോട്ട്സ്. അപ്പൊ അത് ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ അവര് ചെക്ക് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ നഖം നോക്കിയപ്പോൾ നഖത്തിന്റെ താഴ്ഭാഗത്ത് ഒരു പർപ്പിൾ കളറായിരിക്കും ചില കുട്ടികളുടെ.
എല്ലാ കുട്ടികളുടെ ഉണ്ടാവില്ല, ചില കുട്ടികളുടെ. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് ഗുരുതരമായിട്ടുള്ള രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്, അല്ലാതെ ചെറിയ ചെറിയ വിറ്റാമിൻ ഡിഫക്ട്സിന്റെ ലക്ഷണമാണ്. ഇപ്പം നമുക്ക് ബ്ലഡ് ക്യാൻസറിന്റെ ഒക്കെ ഒരു ലക്ഷണമായിട്ട് ചിലപ്പോൾ നഖത്തിന്റെ താഴ്ഭാഗത്ത് ഡാർക്ക് പർപ്പിൾ കളർ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരും, മുൻകൂറായിട്ട് കാണിച്ചു തരും. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രം, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പം വിളർച്ച, ഡോക്ടേഴ്സിന്റെ ഒക്കെ അടുത്ത് ആദ്യം ചെന്ന് നോക്കി കണ്ണിലേക്കാ നോക്ക്, കണ്ണിന്റെ താഴ്ഭാഗത്ത് വൈറ്റ് കളറായിരിക്കും ചിലരുടെ, കാരണം ശരീരത്തിൽ ബ്ലഡ് ഉണ്ടായിരിക്കില്ല. അതുപോലെ നാക്ക്, ചുണ്ട്, ഇതൊക്കെ ഡ്രൈ ഫീലിംഗ്, ശരീരത്തിലെ ജലാംശം കുറയും. ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണമല്ലോ, ആ വെള്ളം കുറയുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ നാക്ക് ഡ്രൈ ആയി കിടക്കുക, ചുണ്ടെപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക. ഇതൊക്കെ രോഗത്തിന്റെ ഓരോ സൂചനകൾ മാത്രമാണ്. വലിയ രോഗത്തിന്റെ സൂചനയാവാം, ചെറിയ രോഗത്തിന്റെ സൂചന. അപ്പൊ ഈ ലോക്കൽ അതോറിറ്റീസ് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത്തരം അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളെ തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയും. അത് നല്ലൊരു കാര്യമാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ നീഡഡ്. എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരിക്കും, ഡെറ്റോള്, ഓയിൻമെന്റ്, കോട്ടൺ, അതുപോലെ റോള്, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് CPR. ഒരു കുഞ്ഞ് നെഞ്ചടിച്ചു വീണു, അല്പസമയത്തേക്ക് ബോധരഹിതനായി, ആ സമയത്ത് നമ്മൾ അയ്യോ കുട്ടിക്ക് മുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് എടുത്ത് ഓടുന്നതിന് പകരം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിടത്തി പതിയെ ഷോൾഡറിൽ തട്ടിയിട്ട് കുഞ്ഞിനെ കോൺഷ്യസ് ആക്കുക. എന്നിട്ട് CPR പതിയെ സെൻട്രൽ വെച്ചിട്ടാണ് നമ്മൾ CPR കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചെസ്റ്റിന്റെ എല്ലുകളുടെ സെന്റർ ഉണ്ടായിരിക്കും, അവിടെ നമ്മളെ ഈ ഒരു ഭാഗം, കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ചെറിയതായിട്ട് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ലിപ് ടു ലിപ് നമ്മൾ ശ്വാസം കൊടുക്കുക, ഊതി കൊടുക്കുക. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് കുഞ്ഞിന്റെ ലിപ്പിനുള്ളിലേക്ക് ഊതി കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുഞ്ഞ് കോൺഷ്യസിലേക്ക് വരും. ഉടനെ തന്നെ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല, പതിയെ ഒന്ന് റിലാക്സ് ആയിട്ട്. അപ്പൊ അതുപോലെ തല കറങ്ങി വീഴുന്ന കുട്ടികളുണ്ടായിരിക്കും, ചുറ്റുഭാഗവും കുഞ്ഞുങ്ങൾ കൂടി നിൽക്കും, അവർക്ക് എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യണം. അപ്പൊ CPR കൊടുത്ത് കുഞ്ഞ് റിക്കവർ ആക്കാം. അതുപോലെ തലകറക്കം വന്ന കുഞ്ഞിനെ എല്ലാവരെയും മാറ്റി നിർത്തും. പിന്നെ അപസ്മാരം, നമ്മള് സ്കൂൾ ടീച്ചേഴ്സിന് ഏറ്റവും വലിയ റിസ്ക് ആണ് അപസ്മാരം എടുക്കുക എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ ബ്രെയിനിൽ പക്ക വല്ലാണ്ട് ക്ഷീണം സംഭവിക്കുമ്പോൾ, മേ ബി പനി കൊണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ, പനിച്ച് ഭയങ്കരമായിട്ട്, ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല പനി നമ്മുടെ ശരീരത്തിലുണ്ടെന്ന്. ചിലർക്ക് തൊട്ട് നോക്കിയാൽ അറിയില്ല, ചില കുട്ടികൾക്ക് തൊട്ട് നോക്കിയാൽ തണുത്ത് കിടക്കും, പക്ഷെ അവരുടെ ശ്വാസം ഒന്ന് ഊതി തന്നാല് ഭയങ്കരമായിട്ട് ചൂടായിരിക്കും. അപ്പൊ അത് കുഞ്ഞിന്റെ ഉള്ളിൽ നല്ല പനിയുണ്ട്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, അത് ബ്രെയിനിനെ ബാധിച്ചാൽ ഫിറ്റ്സ് വരാം. ഈ ഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇരുമ്പൊക്കെ കൊടുക്കുക. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഫ്ലാറ്റ് സർഫേസിൽ കിടത്തിയിട്ട് കാറ്റും വെളിച്ചവും കിട്ടുക, അവന് ബോധക്ഷയം, അതായത് ഹാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അവൻ കോൺഷ്യസ്, ചെറുതായിട്ട് കോൺഷ്യസ് ആണെങ്കിൽ പ്രശ്നമില്ല, കോൺഷ്യസ് അല്ലാന്നുണ്ടെങ്കിൽ CPR കൊടുക്കുക. ദെൻ പെട്ടെന്ന് തന്നെ ബാക്കി CPR കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിർത്തരുത്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക. ഒരു കാരണവശാലും നമ്മൾ സ്കൂളിൽ നിന്ന് ശരിയായിട്ടുണ്ട് ഇനിയിപ്പോ ആശുപത്രിക്ക് ഒന്ന് കൊണ്ടുപോണ്ട, പാരന്റ്സ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവർക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം ആ ട്രീറ്റ്മെന്റ് വൈകിയാൽ ചിലപ്പോൾ മറ്റു പലതും സംഭവിക്കും. കുഞ്ഞ് കോൺഷ്യസ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാലും കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലോട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുഞ്ഞിന് എന്തെങ്കിലും തകരാറ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ടീച്ചേഴ്സ് പിന്നെ ഈ ആയിട്ടുള്ള ചാവി കൊടുക്കണതിന് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമില്ല, ഇല്ല, സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം അതുപോലെ ചാവി വെള്ളം കൊടുത്ത് ഞാൻ തൊടിക്കാൻ പറ്റില്ല എന്ന് പറയും കുട്ടികളെ, മിക്സ് കുട്ടികളെ വെള്ളം തൊടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു.
വെള്ളം ആ സമയത്ത് നമ്മൾ കൊടുക്കാണ്ടിരിക്കുക നല്ലത്. പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ല എയർ സർക്കുലേഷൻ കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അത് ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു സമയം ആ ഒരു വിറയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞ് കോൺഷ്യസ് ആവും. ചാവി കൊടുക്കുന്നതുകൊണ്ട് കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവം വന്നിട്ട് ഞാനത് കൊടുക്കാൻ അനുവദിക്കാറില്ല. ഒന്നാമത് 1-2 കുട്ടികൾ എനിക്ക് ഈ MR ആയിട്ടുള്ള കുട്ടികളിൽ വരും. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയ്ക്ക് ഫിറ്റ്സ് വരും. അത് അവരുടെ ബ്രെയിനിന്റെ ഡാമേജിന്റെ പ്രശ്നമാണ്. ബ്രെയിൻ ഡാമേജ് കൊണ്ടാണല്ലോ അവർ MR ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത്തരം കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഇത് 6 months കൂടുതൽ തവണ വന്നാൽ കുട്ടികൾക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? പ്രശ്നം വരും. 6 Like- വയസ്സിനുള്ളിൽ വരുന്ന ഫിറ്റ്സ് അത്ര പ്രശ്നമല്ല. അത് കുട്ടികളുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. പനി വന്നാല് നേരത്തെ തന്നെ എന്തെങ്കിലും ശ്വാസം മുട്ടൽ അങ്ങനത്തെ ഒരു ഫിറ്റ്സിന്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 6 വയസ്സിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അധികവും പനി വരുമ്പോഴാണ് ഉണ്ടാവുക. പനി കൂടുന്ന സമയത്ത് 6 വയസ്സിന് ശേഷം കുഞ്ഞിന് ഫിറ്റ്സ് വന്നു കഴിഞ്ഞ് അത് കുഞ്ഞിന്റെ നോർമലി ആയിട്ടുള്ളൊരു കുഞ്ഞാണെങ്കിൽ ബ്രെയിൻ ഡാമേജ് ആക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചെറിയ പ്രായത്തിൽ വരുന്ന ഫിറ്റ്സ് അത്ര പ്രശ്നമല്ല. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം കേട്ടോ. ട്രീറ്റ്മെന്റ് കൊടുക്കാണ്ടിരിക്കരുത്. നെയ്യ് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ നിങ്ങളോട് പറഞ്ഞെനിക്ക് നിങ്ങൾ എത്രത്തോളം ഇതാണെന്ന് അപസ്മാര നെയ്യുണ്ടല്ലോ. കിഡ്സ് അപസ്മാര നെയ്യ് ഉസ്താദുമാരെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ഏലസ് അത് മാത്രമല്ല, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ നിർബന്ധമായിട്ടും കൊടുക്കണം. ഫിറ്റ്സ് വന്നിട്ട് പനി കൂടുതലായി ഫിറ്റ്സ് വന്ന് കുറെ ടൈം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയാലുള്ള പ്രശ്നങ്ങൾ ആണോ? അതെ, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. കൂടുതൽ സമയം കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ബ്ലഡ് സർക്കുലേഷൻ, കുഞ്ഞിന്റെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം സ്പീഡാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇൻ കേസ് എവിടെയെങ്കിലും ബ്ലോക്കായി കിടന്നാൽ, അതാണ് നേരത്തെ ചോദിച്ചതിനുള്ള ആൻസർ. ആ സമയത്ത് ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കാമോ എന്ന് ചോദിച്ചത്. ഫിറ്റ്സ് വന്ന സമയത്ത് ചിലപ്പോൾ ബ്രെയിനിൽ ബ്ലഡ് സർക്കുലേഷന്റെ വേരിയേഷൻ കൊണ്ടാണ് ഫിറ്റ്സ് വരുന്നത്. അപ്പോൾ ഫിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ കുഞ്ഞ് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കും. കഴിയുന്നത് ഡോക്ടേഴ്സ് പറയാ ഫിറ്റ്സ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എത്തിക്കുക എന്നാണ്. ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ ഉടനെ തന്നെ കഴിയുന്നത് ഫസ്റ്റ് ആയിട്ട് തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പം നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ ഇല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ, അവിടെ കൊണ്ടുപോയി കാണിക്കുക. എന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾ കാണിക്കുന്ന സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ കൺസൾട്ടേഷൻ. ചില ഡോക്ടേഴ്സ് ഈ കൂടെ ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് ഡോക്ടർമാർ പറയും വലിയ കുഴപ്പമില്ല, വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് കൊടുത്താൽ മതിയെന്ന്. അപ്പൊ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ പാടില്ല. നെയ്യും ചരടും മാത്രം ഉപയോഗിച്ചിട്ട് ഫിറ്റ്സിന് ചികിത്സിക്കാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയാണ്. നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറാണ്. മിക്ക കുട്ടികളും 6 വയസ്സിന് 3-ന്റെ 6-ന്റെ ഇടയിൽ അല്ലെങ്കിൽ 6-ന്റെ മുകളിലേക്ക് 6-ന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ദെൻ ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് അതുപോലെ നമ്മുടെ മൈൽഡ് ഓട്ടിസം എന്നൊക്കെ പറയുമല്ലോ, ശരിക്കും സീരിയസ് ചെയ്താണ് ഞങ്ങൾക്ക് മനസ്സിലാവും. മൈൽഡ് ഓട്ടിസം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുക? ടീച്ചേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി എപ്പോഴും അവനൊരു സീക്വൻസ് ആയിരിക്കും. ഒന്നും ഡിസോർഡർ ആയിട്ട് വെക്കാൻ പറ്റില്ല. എല്ലാം നിങ്ങൾക്ക് ഒരു കളിക്കുന്ന കുറച്ച് ക്യൂബ്സ് കൊടുത്തു. ആ ക്യൂബ്സ് നമ്മൾ കൊടുത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ അവനത് ഓർഡറിൽ ഇങ്ങനെ വെക്കുന്നത് കാണാം. ചിലപ്പോൾ കളർ ആയിരിക്കില്ല, അവന്റെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അതിന്റെ ഓർഡറിൽ അങ്ങനെ അതിലേക്ക് ഭയങ്കര ഡീപ്പ് കോൺസെൻട്രേഷൻ ആയിരിക്കും അവൻ. അപ്പൊ നമ്മൾ എന്ത് കരുതും, ഓ നല്ല കുട്ടി, ആ ക്യൂബ് കിട്ടിയപ്പം എത്ര നന്നായിട്ടായിരിക്കുന്നത്, അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോ നമ്മള് മറ്റുള്ള ജോലിക്ക് പോകും. ഒരു ടീച്ചറാണെങ്കിൽ അവൻ അവിടെ ഇരുന്നോട്ടെ, അവൻ ആ ക്യൂബ് കൊടുത്താൽ മതി. ആന്റിയോട് പറയും, ആന്റി ആ ക്യൂബ് കൊടുത്താൽ മതി കേട്ടോ, അവനവിടെ നല്ല അടങ്ങിയിരുന്നോളും എന്ന് പറയും. പക്ഷേ ആ കുഞ്ഞില് മൈൽഡ് ഓട്ടിസം ഉണ്ടായിരിക്കും.
ആ കുഞ്ഞ് ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്യൂബ്സിൽ ഒരു 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് കഴിഞ്ഞാൽ അവൻ ഉണ്ടാക്കിയതെല്ലാം തട്ടിയിട്ടിട്ട് അവൻ അങ്ങ് നീറ്റ് പോകും. കാരണം അവനത് മതിയാവും. പിന്നെ അവന് പോവുക അടുത്തതിലേക്കാണ്. അത് തട്ടിയിടുക എന്ന് പറഞ്ഞാൽ നോർമലി ഒരു കുഞ്ഞിന്റെ ഭയങ്കര എടുത്ത് എറിയ അത്തരം കാര്യങ്ങളല്ല. നോർമലി കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ക്യൂബ് അവിടെ വെച്ചിട്ട് അടുത്തതിലേക്ക് പോകും. പക്ഷെ ഒരു ഓട്ടിസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവനോട് അത് നമ്മൾ എണീക്കാൻ പറയാണ്. അവന് എടുത്ത് ഓർഡറിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അവനോട് എണീക്കാൻ പറയുകയാണെങ്കിൽ അവൻ അത് കൃത്യമായിട്ട് തിരിച്ച് പുട്ട് ബാക്ക് ചെയ്യും. ഐ മീൻ അവൻ വെച്ച ആ ക്യൂബ്സ് എല്ലാം അവൻ എവിടെ നിന്നാണ് എടുത്തത് ഒന്നും ശ്രദ്ധിക്കില്ല. ഇങ്ങ് വാ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അവൻ വരില്ല. കാരണം അത് അവന് ഫുള്ളായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ കുഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അത് ഓട്ടിസത്തിന്റെ സ്റ്റാർട്ടിങ് ലക്ഷണമാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടീച്ചേഴ്സൊക്കെ നെവർ മൈൻഡ് ആക്കി വിടും. കാരണം പലപ്പോഴും ടീച്ചേഴ്സ് എന്താ പറയാ, ഓൻ ആ ക്യൂബ് കിട്ടി അവിടെ ഇരുന്നോളൂ, അവനത് കൊടുത്താൽ മതി കേട്ടോ, ഓൻ അതുകൊണ്ടേ കളിക്കുള്ളൂ. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി പെട്ടതായിരിക്കും. അവന് ഓരോ കാറ്റഗറിയും ഡിഫറെന്റ് ആയിരിക്കും. 4ാമത്തെ പോയിന്റ് വരുന്നത് it should be taken care of the students are getting clean and healthy food and drinks which is more natural. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും എന്താണ്, ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ വൃത്തിയുള്ള ഭക്ഷണമായിരിക്കണം. അതുപോലെ വെള്ളം നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്ത വെള്ളം കൊടുക്കാം. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാം. അപ്പം അധികവും നമ്മൾ ഈ എന്താണ് വാട്ടർ പ്യൂരിഫയർ വെക്കാറുണ്ട്. വാട്ടർ പ്യൂരിഫയർ വെക്കുകയാണെങ്കിൽ പോലും ആ വാട്ടർ പ്യൂരിഫയർ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ക്ലീൻ ചെയ്യിക്കണം. നെക്സ്റ്റ് വരുന്നത് ഔട്ട്സൈഡ് ഓഫ് ദ സ്കൂളാണ്. അപ്പോൾ നേരത്തെ സ്കൂൾസിൽ ഇൻസൈഡ് ഓഫ് ദ സ്കൂളിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആർക്കുള്ളതാണ്? ടീച്ചേഴ്സിനുള്ളതാണ്. ഇനി ഔട്ട്സൈഡ് ഓഫ് ദ സ്കൂൾ ആകുമ്പോൾ കുട്ടിയുടെ ജീവിക്കുന്ന ചുറ്റുപാട് അത് പലപ്പോഴും വ്യത്യസ്തമാണ്. നല്ല ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരുണ്ടാവാം, ലോ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഈ ഹൈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരെപ്പോഴും എന്താണ്, അവരെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിക്കുക. എപ്പോഴും നല്ല ഫുഡായിരിക്കും. ഓപ്പൺ ചെയ്ത അങ്ങനെ തുറന്നു വെച്ച് ഭക്ഷണമൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ല. ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. പക്ഷെ നമുക്ക് എന്താണ്, സൊസൈറ്റിയിൽ ഫിനാൻഷ്യലി ഇച്ചിരി ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളതേ കഴിക്കാൻ കഴിയുള്ളൂ അല്ലേ. രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകുന്നേരം കൊടുക്കും, അത് ഉള്ളത് കഴിക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോകും. ഐ മീൻ കൃത്യമായിട്ട് ന്യൂട്രിയൻസോ കാര്യങ്ങളോ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, if the standard of living society is high, the health and hygiene of the people can be preserved. It should be the concern of the society and the government to raise the standard of living of the people. നമ്മൾ ഈ പ്യുവർ ആയിട്ടുള്ള സൊസൈറ്റി, പാവങ്ങളായിട്ടുള്ള സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ. BPL കാർഡിന് നമുക്കറിയാം കൂടുതലായിട്ടുള്ള അരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ പൾസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓയിൽസ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ ഹെൽത്ത്, അവരുടെ ഫുഡ് ഹെൽത്ത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് പോയിന്റ് വരുന്നത് സാനിറ്റേഷൻ ആൻഡ് ക്ലീൻലിനെസ്. ടോയ്ലറ്റ് നമ്മുടെ കേരളത്തിൽ അത്ര പ്രശ്നമില്ല, പക്ഷെ നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അവിടുത്തെ സൊസൈറ്റിയിൽ പാവങ്ങളുടെ ഇടയിൽ ടോയ്ലറ്റിന്റെ പല വീടുകളിലും ടോയ്ലറ്റിന് ഉണ്ടാവില്ല. അവർ പുറത്തു പോയി ഈ തുറന്ന പ്രദേശത്താണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. Sanitation and cleanliness of city or village is very necessary. If the city is dirty and the premise of the school is not cleaned, children cannot escape failing pay to disease. അപ്പോൾ തുറസായ പ്രദേശങ്ങളിലുള്ള ഈ ഒരു മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ മാർക്കറ്റ് ഡേർട്ടി ആയിരിക്കും. അപ്പൊ അവിടെ സ്കൂളും പക്ക ക്ലീൻ ആയിരിക്കില്ല. എന്താണ്, അവിടെ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക്
രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ദെൻ തേർഡ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. Food provided children should be nutrients and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight or too loose. ഭക്ഷണം കൃത്യമായിട്ട് ന്യൂട്രീഷ്യൻസ് അടങ്ങിയതായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്ന ഭക്ഷണം. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം മന്തി, ചിക്കനൊക്കെയാണ്. ഒരിക്കലും ന്യൂട്രീഷൻ ഫുഡ് അല്ല. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കിട്ടാനും പോകുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്നത് ആകെ കുറച്ച് ഫാറ്റും കലോറീസും ഒക്കെയാണ്. പക്ഷെ അത് മാത്രം പോരാ, കൂടുതലായിട്ട് കലോറി നമുക്ക് അടിച്ചു കയറ്റിയിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ വസ്ത്രം ക്ലീൻ ആയിരിക്കണം. പഴയതാണെങ്കിൽ പോലും എല്ലാ ദിവസവും അലക്കി ഉണക്കി ഇടുന്ന വസ്ത്രമാണെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. പിന്നെ നല്ല ടൈറ്റുള്ള ഡ്രസ്സോ അധികം ലൂസുള്ള ഡ്രസ്സോ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക. അതും രോഗം വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഹൗസ്. The location and plan of house have a good role in keeping the health people in it. Good ventilation and sunlight is necessary. Surroundings should be clean and free from unhealthy conditions. സൺലൈറ്റ് കിട്ടുന്ന, നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം വീട് പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക് പകൽ സമയത്ത് ലൈറ്റ് ഇടാതെ ഫുള്ളായിട്ട് ലൈറ്റ് അവിടെ വരുന്ന രീതിയിലേക്ക് വെന്റിലേഷൻ കൊടുക്കണം. അപ്പോൾ മിക്ക വീടുകളും സെൻട്രലൈസ്ഡ് എ സി ആണ്. സെൻട്രലൈസ്ഡ് എ സിയിൽ നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. നമ്മളെ സ്കിന്ന് ഡ്രൈ ആവും, നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. എ സിയിലൊക്കെ നമ്മൾ ഫുൾ ടൈം ഒരു എ സി യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ഹോസ്പിറ്റലിലോ മറ്റോ പോയി കഴിഞ്ഞാൽ എ സിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദാഹം അനുഭവപ്പെടും. തൊണ്ടയൊക്കെ വരണ്ട്, നാക്കൊക്കെ വരണ്ടിരിക്കും. അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് യെസ്, കൈയൊക്കെ ഡ്രൈ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം വറ്റിപ്പോവാൻ, സ്കിന്നിലെ ജലാംശം വറ്റിപ്പോവും. അപ്പം ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടായിരിക്കും അവിടെ. എന്തിനേയും മോയ്സ്ചറൈസിങ് ക്രീം ഡ്രൈ ആവാണ്ടിരിക്കാൻ. അപ്പൊ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് രോഗം ഇങ്ങോട്ട് വാങ്ങുന്ന സിസ്റ്റമാണ് ഇപ്പൊ പലരും വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം എ സി ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സൺലൈറ്റ്, എയർ സർക്കുലേഷൻ ഉള്ള റൂംസിൽ കഴിയണമെന്ന് ഉപയോഗിക്കുക. എ സി ഒക്കെ യൂസ് ചെയ്യാം, നല്ല സൺലൈറ്റിന് വിറ്റാമിൻ ഡി കിട്ടില്ലല്ലോ. കിട്ടൂല, അത് ഡയറക്റ്റ് തന്നെ നമുക്ക് കിട്ടണം. വിറ്റാമിൻ ഡി പറഞ്ഞാൽ ഉച്ചയ്ക്കൊന്നും വേണ്ടല്ലോ, രാവിലെ ഒരു 10 മണിക്കുള്ളിൽ, വൈകിട്ട് 4 മണിക്ക് ശേഷം ഈ സൺലൈറ്റ് ആണ് വിറ്റാമിൻ ഡി കിട്ടുക. അത് നല്ല ചൂടില്ലാത്ത ഒരു വാമായിട്ട്, ഇപ്പൊ നമ്മള് ബീച്ചിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഒരു വാം ലൈറ്റ് ഉണ്ടായില്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് വെയിലടിക്കും എന്നാലും നമുക്കത് ചൂടെടുക്കൂല. ആ രീതിയിലുള്ള സൺലൈറ്റിലാണ് വിറ്റാമിൻ ഡി കിട്ടുക. ഗ്ലാസിന്റെ ഉള്ളിലൂടെ ആകുമ്പോൾ നമുക്ക് ചൂടേ കിട്ടുള്ളൂ, ലൈറ്റും കിട്ടും, പക്ഷെ വിറ്റാമിൻ ഡി കിട്ടില്ല. വിറ്റാമിൻ ഡി പുറത്തായിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മളെ വീട്ടിൽ ഉണ്ടാവാണ്ടിരിക്കുക. Then fifth point, interior. The interior should be kept neat and clean from for the children to be free from unhygiene situation. ഈ ഇന്റീരിയർ എന്ന് പറഞ്ഞാല് എന്താണ്, ചുവരില്, ജനലില്, അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നതിലൊക്കെ ഇപ്പം സെറ്റിയൊക്കെ ഇൻബിൽഡ്, കട്ടിൽ ഇൻബിൽഡ് ആണ്, എല്ലാം ഇൻബിൽഡ് ആണ്. അതൊന്ന് പുറത്തേക്ക് ഇട്ടിട്ട് നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഉള്ളില് പൂപ്പൽ വന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. കട്ടിലൊക്കെ ഇൻബിൽഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളിലൂടെ ചെതലൊക്കെ വന്നു കഴിഞ്ഞ് പുറത്തേക്ക് ആ ചെതൽ എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെ വൈറ്റ് പൗഡർ ഉണ്ടായിരിക്കും ഉള്ളിലിങ്ങനെ ഒരു വൈറ്റ് പൗഡർ വരും. അതൊക്കെ ശരിക്കും നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് തന്നെ കേടാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ അതിന്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ചെതലിന്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹെൽത്തി അല്ലാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്നത്. ആ ചെതലും അതിലുള്ള അണുക്കളും നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ ചുവരിൽ എന്തടിക്കുന്നുണ്ട്, ഇൻസെക്ട്സിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പ്രേയോ മെഡിസിനോ ഒക്കെ അടിച്ചിങ്ങനെ തുളച്ച് കയറ്റുന്നുണ്ട്. അത് ഹ്യൂമൻ ബോഡിക്ക് കേടാണ്. ആ ഒരു റൂമിൽ നമ്മൾ വെന്റിലേഷൻ ഇല്ല, എ സി ആണ്.
AC ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുന്നത് അത്തരം റൂമിൽ. വെന്റിലേഷൻ ഒന്നുമില്ല, സൺലൈറ്റ് കിട്ടുന്നില്ല. ആ റൂമിലുള്ള എയർ സർക്കുലേഷൻ എവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണ്? ഈ ഒരു കെമിക്കലും കൂടെ അതിൽ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കേടല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റീരിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കർട്ടൻ, അതുപോലെ നമ്മൾ ഇരിക്കുന്ന സെറ്റി, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേ ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ക്ലീനിങ് അവൈലബിൾ ആണ്. അപ്പൊ അത്തരം രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്റീരിയർ നമ്മൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളും കൂടെ എടുക്കാം. നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക കൃത്യമായിട്ട് ഇതിന്റെ ഓരോ ഭാഗവും. ഇപ്പൊ നമുക്കിതിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇല്ല. ഐ മീൻ എല്ലാം വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി. പോയിന്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓരോന്നും കിട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ പോയിന്റും ഇനി നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഇൻസൈഡ് സ്കൂൾ ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ റോള് സ്കൂളുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, സെപ്പറേറ്റ് നോട്ട് ഉണ്ടാവില്ല. നോട്ട്സ് തരാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഐ മീൻ ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ ആയിരിക്കും നോട്ട്സ് ഉണ്ടായിരിക്കും. നോട്ട്സ് എഴുതാൻ തയ്യാറാണെങ്കിൽ നോട്ട്സ് തരാം. പക്ഷെ ആ നോട്ട്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതെല്ലാം നിങ്ങൾ ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി കൃത്യമായിട്ട് ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ആയിട്ട് ഓരോ ചാപ്റ്ററിനും 1 വേർഡ്, അതുപോലെ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക്, 20 മാർക്ക്, ഇങ്ങനെ തരികയല്ലേ ഏറ്റവും ബെസ്റ്റ്. അതാവുമ്പോൾ നിങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ക്ലാസ് എടുക്കുന്നത് കൃത്യമായിട്ട് നോട്ട്സ് ആയിട്ട് തരുമ്പോൾ ഒരുപാടുണ്ടായിരിക്കും. എല്ലാം കൂടെ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും പഠിക്കാനുള്ളത് എന്ന് പറയും. പക്ഷെ ഇതേ സമയം നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും ആൻസറും ബേസ് ചെയ്തിട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം റീഡ് ചെയ്താൽ മതി. ഐ മീൻ എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എസ് എ ക്വസ്റ്റ്യനിൽ ഈ ചാപ്റ്ററിൽ മൊത്തം കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ തരുന്നല്ലോ എക്സാം ആയി. അതാണ് നല്ലത്. ആൻസർ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ എക്സാമിന് ഉണ്ടാവുകയും ചെയ്യാം. അതെ, ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിനായിരിക്കും എക്സാമിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വരാം. അതെ, എനിക്കും എളുപ്പമാണ്, നിങ്ങൾക്കും എളുപ്പമാണ്. ഓക്കെ ഓക്കെ, ഓക്കെ മിസ്, താങ്ക് യു. ഗുഡ് നൈറ്റ്.